അറിയില്ല എന്ത് ഒരുമിച്ച് എത്താനാണോ പ്ലാൻ? നീ മറ്റേ ഇന്റർവ്യൂ ഒക്കെ ചോദിക്കത്തില്ലേ, അതുപോലൊരു സാധനം ചിന്തിട്ട് ചോദിക്കണം. കുക്കർ റോക്കി അല്ലേ? മൈക്കെടുത്ത മൈക്കുണ്ട് മൈക്ക്. അവനും കൊടുക്കാൻ പറ്റും. കൈ ഇപ്പുറത്ത് ഇടത്തെ സൈഡിൽ മൈക്ക് വരുന്നുണ്ടോ നോക്ക്. ഡൊമിനിക് ഉണ്ട്, ഡൊമിനിക്, അത് ഡൊമിനിക്കാണ്. ഹലോ ഹലോ ഹലോ, നമ്മൾ അണ്ടി മീഡിയ എന്നുള്ള ചാനലിൽ നിന്ന് പറയണേ. ഇത് ഉക്കർ റോക്കി അല്ലേ? ഇത് ഡൊമിനിക് ആയിരുന്നല്ലേ? ഓക്കെ ഡൊമിനിക്, ഈ ഉക്കറിനെ അറിയോ? ഈ സിറ്റി മൊത്തം ഉറപ്പിച്ച ഉക്കറിനെ എനിക്കറിയത്തില്ല. നമ്മള് ചെറിയ ഡോക്യുമെന്ററിയിലാണ്. അപ്പൊ ഡോക്യുമെന്ററി ചെയ്യണതിൽ ഒരു ഉക്കറിന്റെ വിലാസങ്ങൾ എന്നുള്ളൊരു സംഭവം, ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് സിറ്റിയിലെ ഫേമസ് ആണ്. ആള് ഭയങ്കര സെലിബ്രിറ്റി ആയി ഇപ്പം ശരിക്കും. പിടിക്കാൻ പറ്റാത്ത രീതിയിൽ വളർച്ച. അപ്പം അതൊക്കെ നമുക്ക് അറിയണം എന്നൊരു താല്പര്യമുണ്ട്. എന്തേലും അറിയോ? ഫ്രണ്ട് ആണോ ഇത് കൂടെ വയ്ക്കണ? ബ്രോ നോറ്റിക്കോ, നമുക്ക് പ്ലീസ് നമ്മളൊരു വിലപ്പെട്ട കുറച്ച് സമയം തരാൻ താല്പര്യമുണ്ടോ? ഡൊമിനിക് ബ്രോ, ഇവിടെ മൈക്ക് വായില്. ഓക്കെ, എന്താ ഡൊമിനിക്കിനെ കുറിച്ച് എന്താണ് ഉക്കർ എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലിയില്? എങ്ങനെയാണ് ഈ സിറ്റിയിൽ പറയപ്പെടുന്ന പോലെ ഒരു ഗുണ്ടയാണോ അതോ എന്താണ്? അതൊന്നും എനിക്കറിയത്തില്ല. അവന് ഗ്യാങ്ങില് എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ അല്ലാണ്ട് എന്തൊക്കെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ കൂടുതൽ ഇടപെടാറില്ല. ഇല്ല, പിന്നെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ഇത് കണ്ടായിരുന്നു, ഒരു സംഭവം മീഡിയയിൽ ഫുള്ളും ചർച്ചയാവുന്ന ഒരു വിഷയം കണ്ടായിരുന്നു. ഉക്കർ റോക്കി കൂള് വെച്ച് ഇതുപോലെ പിടിച്ചെന്നുള്ള സംഭവം എന്താണത്? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യാറില്ലെന്നാണ് എന്റെ വിശ്വാസം. സത്യമല്ല അത്? സത്യമല്ല, അത് നിഷേധിക്കുന്നു. പിന്നെ ഉക്കർ റോക്കിയെ കുറിച്ച് ഫാമിലിയൊക്കെ എന്താണ്? നിങ്ങളകത്ത് നിങ്ങൾ എത്രമാത്രം ഫ്രണ്ട്ഷിപ്പാണ് നിങ്ങൾ? നമ്മള് അത്യാവശ്യം നല്ല ഫ്രണ്ട്ഷിപ്പാണ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പാണ്, അതിപ്പോ കാണിച്ചു തരാനൊന്നും പറ്റത്തില്ലല്ലോ. ചോദിച്ചോളൂ. ചില മാസങ്ങളിൽ ഉക്കർ റോക്കി കാണാതാവുന്ന ഒരു പരിപാടി ഉണ്ട്. അത് എങ്ങനെയാണ്? അത് ഇൻവിസിബിൾ ആയിട്ട് പിന്നെ തിരിച്ചു വരെ ഉണ്ടെന്നാണ് ഞങ്ങൾ കേട്ടുള്ളത്. അതിനെ കുറിച്ച് അല്ല, അത് പുള്ളിയുടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളിലായിട്ട് പുള്ളി ഭയങ്കര ബിസിയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പിൽ വരുന്നതാണ് പുള്ളി. ഇപ്പൊ എന്തായാലും ഉണ്ടല്ലോ, ഇപ്പൊ ഉണ്ട്. അറിയത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്നില്ല, ആർക്കും കേൾക്കാനൊന്നും പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളാണ്, വേറെ ഒന്നുമല്ല. കുറച്ച് ഡിസ്റ്റൻസിൽ വെഹിക്കിൾസ് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കാണുമ്പോൾ ഉക്കർ റോക്കിയുടെ പറയണം, നമ്മളെ ഈ അണ്ടി മീഡിയ എന്നുള്ള മീഡിയ ഇങ്ങനെ ഇതുപോലെ ഒരു ഇതിന് വന്നായിരുന്നു. സോ ഒരു ഇന്റർവ്യൂവിൽ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കാമോ? ആള് സെലിബ്രിറ്റി അല്ലേ? ആള് ഇത്തിരി സെലിബ്രിറ്റി ആയതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി കൂടെ നിൽക്കുന്ന കൈയിട്ടിരിക്കുന്ന ഉക്കറൊക്കെ കൂട്ടുകാരനാണോ? മൈക്ക് പോയി. ഹലോ ബ്രോ, ബ്രോയുടെ പേരെന്താ? ഹലോ, ആഹാരം കഴിക്കാൻ നമ്മുടെ ഇന്റർവ്യൂ പുതിയൊരു സബ്സ്റ്റിറ്റ്യൂട്ട് വന്നിട്ടുണ്ട്. അത് ആളെ വേണം, ചാനൽ ആ ഒരു ക്യാമ്പിൽ ഉക്കറൊക്കെ വരുമായിരിക്കും അല്ലേ? ചെറുതായിട്ടൊന്ന് കത്തിപ്പോയതാണ്. നമ്മുടെ ആളെന്ന് പാപ്പത്തേക്ക് വരുമല്ലോ. എവിടെ ഇവിടെ കള്ളാൻ? ഹലോ
അല്ല എന്താ കഷ്ടം. എടാ നിങ്ങൾ ജയിച്ചോടാ. നമുക്ക് വേണ്ട, എന്താ ചെയ്യാ. നമുക്ക് ജയിക്കണ്ടാ. നീ അടിച്ചോ, നീ ജയിച്ചോ. കുഴപ്പമില്ല. ഡൊമിനിക് ബ്രോ ഇല്ല, ഇല്ല. ഡൊമിനിക് ബ്രോ എന്ന് പറഞ്ഞേ. ഇപ്പൊ വരാടാ. ഇങ്ങോട്ട് മാമ ഇങ്ങോട്ട് ഹലോ. അവിടെ ആളെ ക്രൗഡാ ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്യാം. നേർന്നിറങ്ങൂല. കടമഴ തെറുകറിലെ നോമ്പാണ് കാണാനുള്ള കൊതി കടലിലാ പോണെ? എടാ തെറുകറ നോക്കണം എന്നെ കൊണ്ട്. ഇത് നല്ല വ്യൂ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അല്ലേ? അല്ല ഡൊമിനിക് ബ്രോ കടലിലോട്ട് ചേർന്ന് നിൽക്കും. നമുക്ക് ആ വെളിച്ചം കടൽ കൊള്ളാം, ഫ്രെയിം കൊള്ളാം. അപ്പൊ തെരയടിച്ച് എന്നെ കൊണ്ടങ്ങ് പോകും. ഓക്കെ വായിലെന്താ ഡൊമിനിക് ബ്രോ. അപ്പം എന്താണ് ഉക്കർ? നമ്മളെ വിഷയത്തിൽ നമ്മൾ തെന്നി മാറി ഇടയ്ക്ക്. ഉക്കർ ആളിപ്പോ പോയി ആളിപ്പോ സ്കൂട്ടർ അല്ലാതെ ഇന്ന് എന്തായാലും വരത്തില്ല. പുള്ളിക്കാരൻ ഗേൾഫ്രണ്ടിനോട് കണ്ണാപ്പി നമുക്ക് അതൊരു വലിയൊരു പറയാൻ പറഞ്ഞ് പുള്ളി ഇന്റർവ്യൂവിനൊന്നും പങ്കെടുക്കുന്നില്ല. പുള്ളി ഇൻട്രോവേർട്ടാന്ന് പറഞ്ഞേ. ഒന്ന് ഡേറ്റ് പ്ലീസ്, ഒന്ന് ഒരു ഡേറ്റ് ലഭിച്ചു നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാനുണ്ട്, കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാനുണ്ട്. നമുക്ക് അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? പുള്ളി ഒരു ഡേറ്റിംഗിലാണ്. ഇവന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചോദിക്കാം നമുക്ക്. അത് വൈകാതെ കേസിലാവും അത്. ഇതൊക്കെയാണ് പ്രശ്നം, മനസ്സിലാ? ഇതൊക്കെയാണ് ഇപ്പൊ ആൾക്കാർ പറഞ്ഞുണ്ടാക്കണത്. അത് പോട്ടെ, ഞാൻ ഇന്റർവ്യൂ അത് അപ്പം ഉക്കർ റോക്കിനെ കുറിച്ച് അതായത് ഇപ്പം എല്ലാരും പറയണോളെ ഉക്കർ റോക്കി ഒരു ഹീറോ എന്നുള്ള രീതിയിൽ ഇപ്പൊ ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ ആയി തുടങ്ങി. അപ്പം അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കൊച്ചു പയ്യന്മാരുടെ അടുത്ത് ആരെപ്പോലെ ആവണോ ചോദിച്ചാൽ ഉക്കർ എന്നാണ് പറയണേ. കൊച്ചുമായി വലിയ വർത്താനമാണ് പറയണ. അത് നല്ല കാര്യമല്ലേ? അത് അല്ല, അതാണ് അതിനെ കുറിച്ച് ബ്രോയ്ക്ക് എന്താ പറയാനുള്ളത്? അതിനെ കുറിച്ച് സത്യാവസ്ഥ എന്താണത്? ആള് ശരിക്കും ഒരു റിയൽ ഹീറോ ആണോ? അവനെ ആലോചിക്കുമ്പോഴത്തേക്കും സന്തോഷവും. ബ്രോയ്ക്ക് സന്തോഷമില്ല അപ്പം? അതിന്റെ പറഞ്ഞ അവനെ പറ്റി ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് സന്തോഷമെന്ന് ആലോചിച്ച് സന്തോഷമായിരുന്നു. ഓക്കെ ബ്രോ ഇപ്പൊ എന്താണ് ചെയ്യണ കറന്റ്ലി? ഡൊമിനിക് ഇപ്പോ ഗ്യാങ് മെമ്പർ ആണ്. അല്ല ഉക്കറിന്റെ കൂട്ടുകാരനുള്ള നിലയിൽ ഡൊമിനിക്കിന് അങ്ങനെ റെക്കഗ്നിഷൻ ഇപ്പൊ ഉണ്ട് നാട്ടുകാരുടെ. അതല്ല നമ്മള് തേടി പിടിച്ച വന്ന ഇവിടെ വേറെ ആരുടെ പോകാത്തതുകൊണ്ടാണ് നമ്മള്. ഞാൻ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നതാണ് എനിക്കിഷ്ടം. ഡൊമിനിക്ക് ശരിക്കും ഉക്കറിന് മിസ് ചെയ്യുന്നുണ്ടോ ഇന്നില്ലാത്തോണ്ട്? മിസ് ചെയ്യുന്നുണ്ടോ? അതെന്തിനാ? പറ വിഷമമുണ്ടെന്ന് ഞാൻ പറ. ഇത് ആൾക്കാർ കാണട്ടെ. ഇത് ഇത്തരം നമ്മള് 10,000-10,000-10,000-ഓളം ആൾക്കാർ ലൈവ് കാണും. ഇല്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരാള് കൂടെ ഉണ്ടായപ്പോഴാണോന്നും പറഞ്ഞിരിക്കുന്ന മിസ്സിംഗ് ആകുമ്പോ എവിടെയാ പോകുന്നത്? ആളെവിടെയാണ്? ജയിലിൽ പോകുന്ന ഒരു കുതിച്ചൊരു കമ്പാക്ക് വരാനായിട്ട് ഒരു മിസ്സിംഗ് ആകുന്ന സമയത്ത് മിസ് ചെയ്യാറുണ്ടോ? അത് എക്സ്പ്രസ് ചെയ്യും, കുഴപ്പമില്ല. കാരണം അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഒന്നും വരാറൊന്നുമില്ല. മിസ് ഗ്യാങ് മെമ്പർ എന്നുള്ള രീതിയിൽ ഫൈറ്റ് സിറ്റുവേഷനിലൊക്കെ വരുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂല് മിസ് ചെയ്യാറുണ്ട്. മെയിൻ ലൈനപ്പിലുള്ള പ്ലെയർ ആണ്. സോ ആ ഒരു രീതിയിൽ ഒരു ഗ്യാപ്പ് അവിടെ വരാറുണ്ട്. അല്ല മാമ, അകത്തളത്തിൽ വേറെ പേരുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അകത്തളത്തിൽ ഉക്കറിന് വേറെ പേര് ഇപ്പൊ സിറ്റിയിൽ ഇല്ലെങ്കിലും നമ്മൾ സാറ്റലൈറ്റ് വഴി എപ്പോഴും അടുത്ത് കമ്മ്യൂണിക്കേഷൻ ആണ്. അതുകൊണ്ട് അങ്ങനെ അധോലോക സെറ്റപ്പ് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. ഇല്ല അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. ബ്രോ വായിൽ ശംഭു ഉണ്ടേ. ഞാൻ അമ്മാരി സാധനങ്ങൾ യൂസ് ചെയ്യാറില്ല ബ്രോ. ശരി, പക്ഷെ ഉക്കർ റോക്കി ചെയ്തിട്ടുണ്ടെന്നാണ് മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അത് അങ്ങനെ തന്നെ പോട്ടെ. നമ്മളത് വേണേ മാറ്റി പറയാം. തിന്നാറുണ്ടെന്നാണ് പറഞ്ഞ. ഇല്ല അവൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. നമുക്ക് നമ്മൾ നോക്കുമ്പോ എന്തോ ഒരു കറുത്ത സാധനം തട്ടിയൊക്കെ വായിൽ വെക്കണാണ്. അയ്യോ അതെനിക്കറിയത്തില്ല. ചിലപ്പോ വേറെ ഞാനിതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഇതൊന്നും. ശരി, നമുക്ക് കൂടുതൽ വിടാൻ ബ്രോ. അത് വിടാം. നമുക്ക് അത് നമ്മൾ ചുമ്മാ പറയാൻ ആവശ്യമില്ല. എന്തെങ്കിലും ഒരു പേരുണ്ടോ എന്ന് വെച്ചാൽ ഒരു വിളിപ്പേര് അല്ല ഒരു ഹീറോ? ഇപ്പൊ ആൾക്കാരുടെ ഹീറോ എന്നല്ലേ പറഞ്ഞു ഉക്കർ റോക്കിനെ. അപ്പൊ അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും പേര് വിളിക്കാറുണ്ടോ? നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ബോസ് അല്ലെങ്കിൽ ഇല്ല അവന് പച്ച നിറത്തിനോട് വലിയ താല്പര്യമുള്ളതുകൊണ്ട് നമ്മൾ പച്ചയെന്ന് വിളിക്കാറുണ്ട്. അല്ലാണ്ട് നമ്മളങ്ങനെ പച്ച അപ്പം അടുത്ത് വിളിക്കാറൊന്നുമില്ല. നിന്റെ അടുത്ത് താല്പര്യം ഉണ്ട്. അപ്പൊ അതാണ് സംഭവം.
ആ ഓക്കെ, പച്ചയായിട്ടാണ് താല്പര്യം അല്ലേ? പച്ചയായിട്ട് അവനപ്പോ ഇടയ്ക്ക് ചിലര് പച്ചാന്ന് വിളിക്കുമല്ലേ? അപ്പൊ ഇനി നമുക്ക് ടൈറ്റിൽ പച്ച എന്ന് കൊടുക്കാല്ലേ? ഓക്കെ. അപ്പം പച്ചയായ മനുഷ്യൻ വേറെ പേരിട്ടിട്ടുണ്ടല്ലേ അല്ലേ ബാബൻ? അതെ അതെ അതെ, നാട്ടുകാർ കുറെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ ഇപ്പൊ സംഭവം കേട്ടൂടെ? ഹലോ, അതായത് സംഭവം ഇപ്പം ഈ സിറ്റിയിൽ ഇപ്പം ഓരോ നമ്മളിപ്പോ കുറെ ഇന്റർവ്യൂ കാര്യങ്ങൾ ഇപ്പൊ എടുക്കുന്നതാണ് കേരളി. അപ്പൊ അതില് ആൾക്കാർ ഓരോ പേരാണ് പറയുന്നത് ഉക്കറിന്റെ. കണ്ണാപ്പി ആ പേരൊക്കെ ഒന്ന് പറഞ്ഞതിന്. ഉക്കർ തമ്പാക്ക് ഉക്കർ എന്ന് പറയണത്. അത് കമ്പാക്ക് അടിച്ചിട്ടാണോ ആ പേര് വന്നത് അതോ തമ്പാക്ക് വെക്കണോണ്ടാണോ വന്നതെന്ന് നമുക്കൊരു പിടുത്തമില്ല. ഇങ്ങനെയൊക്കെ ഓരോ പേരാണ് ഉക്കറിനുള്ളത്. ഹലോ ഹലോ പോയോ? ഹലോ കേട്ടില്ല. ഹലോ, ഒന്നുമില്ല. ഞാനൊന്ന് കത്തി നിൽക്കുവാണേ. അല്ല, ഉക്കറിന്റെ ഫാൻസുകാർ ഇവിടെ ഇങ്ങനെ എക്സൈറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്നു, ഉക്കറിന് വേണ്ടിട്ട് ഒരു കൂട്ടുകാരൻ ഡൊമിനിക് ഒരു മുദ്രാവാക്യം കൊടുക്കണമെന്ന്. എന്തായിരിക്കും ഉക്കറിന് വേണ്ടിട്ട് ഒരു മുദ്രാവാക്യം? മുദ്രാവാക്യം ബ്രോ അടുത്ത ക്യാമറന്റെ അകത്ത് നിന്ന് മാറും. ഓരോരുത്തർക്കും ഓരോ കോട്ടൊക്കെ ഇല്ലേ, മനസ്സിലായില്ലേ? ഇപ്പം ഇങ്ങനെ കോട്സ് പോലെ ആയിട്ടില്ലേ? ഇപ്പൊ നിങ്ങൾക്കാണല്ലോ എല്ലാവർക്കും ഉള്ളൊരു കോട്സ് ഇല്ലേ? അതെ, എന്താണ് മീൻസ് എന്തുകൊണ്ട് ആൾക്കാർ എന്തോ പറയുന്നുണ്ട്. ഇത് ലൈവ് കാണുന്നുണ്ട്. ഇതിപ്പോ ലൈവാണ് ഇപ്പൊ നമ്മൾ കറന്റ്ലി ചോദിക്കുന്നത്. അപ്പം അത് നമുക്ക് അത് എനിക്കറിയത്തില്ല. അവന്റെ ടാഗ് ആയിട്ട് അവൻ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഒന്നാമത്തെ കേസ് നമ്മളിങ്ങനെ പച്ചയെന്ന് വിളിക്കുമെന്നല്ലാണ്ട് അവന് അല്ലാത്ത രീതിയിൽ എന്താ പറയുന്നതെന്ന് എനിക്ക് എങ്ങനെ അറിയാം. ഞാൻ കൂടുതൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിലൊന്നും ഞാൻ അടുത്ത് ഇടപെടാറില്ല. അതാണ് കാര്യം. അതുകൊണ്ട് ഓക്കെ, നിങ്ങളിപ്പോ ഒരു ഡൗൺഫാളിലാണോ ഇപ്പൊ ശരിക്കും, അതോ ഒരു പ്രൈമിലാണോ നിങ്ങൾ? എന്താണ് അതെന്ത് ചോദ്യോ? ലൈക്ക് ഞാനാണോ അതോ? അല്ല, മൊത്തത്തിൽ ഉക്കറാണ് നമ്മൾ ടാർഗറ്റ്. ആളാണ് നമുക്ക് വേണ്ടേ. അയ്യോ, അതിപ്പോ ഊക്കറിനോട് എന്നെ ചോദിച്ചിട്ട് ബ്രോ ഒരു ആത്മാർത്ഥ സുഹൃത്തല്ലേ, അറിയായിരിക്കും. അല്ല, ഞാൻ അങ്ങനെ അധികം സിറ്റുവേഷനും കാര്യങ്ങളൊന്നും ഞാൻ ഇറങ്ങാറില്ല. ഞാൻ അതുകൊണ്ട് എനിക്ക് അധികം അതറിയത്തില്ല. മെമ്പറാ പ്രശ്നമാവും. നീ മാറി നമ്മളൊരാളെ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുക. അപ്പം എന്തായാലും ഡൊമിനിക്കിന്റെ ഈ വിലപ്പെട്ട നമുക്ക് തന്നതിന് വളരെ നന്ദി. ഉക്കർ റോക്കി ഒന്ന് നമ്പറോ ഉക്കർ റോക്കിയുടെ ഡേറ്റ് നമുക്കൊന്ന് കിട്ടുന്നത് വലിയ ഉപകാരം. നമ്മുടെ ചാനൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ അത്യാവശ്യം വലിയ രീതിയിൽ നല്ല രീതിക്ക് പോകുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ വൈഡ് ആക്കണം നമുക്ക് ഈ ചാനൽ. ഉക്കറാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. ഉക്കർ റോക്കിയുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ആദ്യം നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് നമ്മൾ പൊതുജനങ്ങളോട് ചോദിച്ചു തുടങ്ങും. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഉക്കർ റോക്കിയോട് ചോദിക്കും. ലാസ്റ്റ് ഉക്കർ റോക്കി അതാണ് അവസാനം ആൾ. അതൊരു ഡോക്യുമെന്ററി കംപ്ലീറ്റ് ആവും. അത് അതോടെ കരിയർ ചേഞ്ചിങ് മൊമെന്റ് ആണ്. അത് ഉക്കറിന്റെ കരിയർ ചേഞ്ചിങ് മൊമെന്റ് ആണ് അത്. അവന് ഇന്റർവ്യൂവിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോ പോലും ഇന്റർവ്യൂവിന് അവന് താല്പര്യം ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളടുത്ത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആള് ഇൻട്രോവേർട്ട് ആണ്. ആളിങ്ങനെ അധികം സംസാരിക്കാറില്ല. ആള് ആൾക്കാര് ഫാൻസുകാർ ഇത് അപ്പൊ ഫാൻസുകാരൊക്കെ പറയുന്നത് ശരിക്കും ഉക്കറിനെ പറയുന്നത്. ഉക്കറോക്കി വാ തുറന്ന തീയാണ് തുപ്പണെന്നാണ് പറഞ്ഞത്. അല്ല, പുള്ളി ഇന്റർവ്യൂ എടുക്കുന്ന കാര്യത്തിലൊക്കെ പുള്ളി ഇന്റർവ്യൂട്ടെന്നാ പറഞ്ഞത്. ഇന്റർവ്യൂ അതൊന്നും ബ്രോ നമുക്ക് അത് കുഴപ്പമില്ല. അത് നമ്മള് വലിയ രീതിയിൽ നമ്മള് നോക്കാം. നമുക്ക് സംസാരിക്കാം. നമുക്ക് പേയ്മെന്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. കുഴപ്പമില്ല നമുക്ക്. ആണല്ലേ? ഓ, എത്രയെന്ന് വെച്ച് പറഞ്ഞാൽ മതി. നമ്മള് പേയ്മെന്റ് കാരണം വലിയൊരാളല്ലേ. അപ്പൊ അതിന്റേതായ ചിലപ്പോ ബുദ്ധിമുട്ട് കാണും. അതൊന്നും എന്റെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല. ഉക്കറിനോട് എന്നെ ചോദിക്കേണ്ടിരുന്നു. നിങ്ങള് അവനിപ്പോ ഇവിടെ ഇല്ല. ബ്രോഡ് ഈ ഒരു ടോക്ക് കാര്യങ്ങളായിട്ട് ഫാൻസുകാർ ഇപ്പൊ ഉക്കറോക്കയുടെ പകുതി ഫാൻസിന് ബ്രോയുടെ കുറെ ഫാൻസുകാരായി. ബ്രോയെ പോലെ കൈൻഡ് ആയിട്ടുള്ള നിങ്ങളുടെ കൂടെയുള്ള വേറെ ആരെങ്കിലും ഒക്കെ ഒരു കോൺടാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാൻ ഉക്കറിനെ കുറിച്ച്. അതെ 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 അതെ, നല്ല രീതിക്ക് സംസാരിക്കാൻ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ. നമുക്ക് അതിനെ പോലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബാബു ബാബു ഇപ്പൊ റേഡിയോയിൽ ഇല്ല. നമ്മളത് കോണ്ടാക്ട് ചെയ്യണം. കുഴപ്പമില്ല. വേറെ നമ്മൾ കോണ്ടാക്ട് ചെയ്യണം. ആരൊക്കെ ഉണ്ട് വേറെ ഇപ്പൊ എന്താ
വേറെ ഊക്കറേ ഉള്ളെന്ന് തോന്നുന്നു, ബാക്കി ആരും ഉണ്ടോന്ന് അറിയത്തില്ല. അപ്പം ഇത് നമ്മള് വെറുതെ ഇറക്കുന്നില്ല, ഒരു ബാക്കി എല്ലാവരും പുസ്തകം തിരക്കില്ല ബ്രോ, അതാ അവരെന്തായാലും വരത്തില്ല. അതെ അതെ. അപ്പൊ നമുക്ക് കുഴപ്പമില്ല. അപ്പൊ താങ്ക് യു ഡൊമിനിക്, ഈ ഒരു നല്ല നിമിഷം നമ്മളെ കൂടെ പങ്കുവെച്ചതിൽ വളരെ നമ്മൾ സന്തോഷം കൊള്ളുന്നു. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈംസ്. ആൻഡ് നമ്മൾ ഇവിടെ വെച്ച് ഈ ലൈവ് ഇപ്പൊ അവസാനിക്കുന്നു. താങ്ക് യു. ഇത്ര നേരമായിട്ടുള്ളിയാ അല്ലെ, അത് ഞാൻ പെട്ടെന്ന് അങ്ങ് എടുക്കണ മനസ്സിലായി. ഇത് വെച്ചാലോ? ഹലോ ഫ്രെയിമിലോട്ട് നിൽക്കണേ, ലൈവ് ടെലികാസ്റ്റിംഗ് ആണ്. ലൈവാണ്, ഇത് ലൈവാണ്. ചോദ്യം ചോദിക്കാണ്. ഇപ്പം സിറ്റിയിലെ ടോപ്പ് ഒരു സെൻസേഷണൽ ടോപ്പിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സിറ്റിയിലെ ഒരു ഹീറോനെ പറ്റി, ഒരു ബോൺ ഹീറോ സിറ്റിയിൽ വന്നു പുതിയായിട്ട്. ബാക്കി എന്റെ ഇന്റർവ്യൂ ചോദിക്കും. മൈക്ക് തരുന്നുണ്ടേ? മൈക്ക് വരണില്ല. അത് വന്നോളൂ, വെയിറ്റ് ചെയ്താൽ മതി. ലോഡ് ആയിക്കോളൂ. ഇതല്ലേ? ഹലോ. നമ്മൾ ഈ ഇപ്പൊ സിറ്റിയിൽ തന്നെ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ കറന്റ് ലൈവ് ഇടുന്നത്. ലൈവാണ് ഇത്. അപ്പം ഈ നമ്മുടെ ഈ ഉക്കർ, എല്ലാരും ഒരേ സ്വരത്തിൽ പറയുന്നത് ഉക്കറാണ് അവരുടെ ഒരു ഇൻസ്പിറേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഉക്കറിനെ കുറിച്ച് അറിയാമോ? അല്ല ബ്രോ, ഫ്രെയിമിൽ നിന്ന് പറഞ്ഞ പല്ലടിച്ച് താഴെ ഇടും. മാറ് അറിയാം. ഉക്കറിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇല്ല, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ സിറ്റിയില് ഇല്ലായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഇതിന്റെ ന്യൂസ് കണ്ടുള്ള ഒരു പരിചയം എനിക്കുള്ളൂ. മനസ്സിലായി? ഞാൻ ഇടയ്ക്ക് വന്ന ഏറ്റവും കൂടുതൽ കാണുന്നത് നിങ്ങളുടെ പരിപാടിയാണ്. പച്ചമുടിയുള്ള പുള്ളിക്കാരുണ്ടല്ലോ, അതിന്റെ പരിപാടിയാണ് സ്ഥിരം കാണാറുള്ളതാണ്. ഇഷ്ടമാണല്ലേ? അപ്പൊ ഞാൻ കണ്ടായിരുന്നു, അതിന്റെ അകത്ത് ഞാൻ കണ്ടായിരുന്നു മറ്റേ കംബാക്ക്. വല്ലാത്തൊരു കംബാക്ക് അല്ലായിരുന്നു. എല്ലാരും ഞെട്ടിച്ചോണ്ട് വന്നൊരു കംബാക്ക്. അവസാനം മലയില് താഴെ വീട് ഒരു മരണം. ഇത് പറഞ്ഞു വരവേണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വർഷങ്ങളായിട്ടുള്ളൊരു രീതിയാണത്. മനസ്സിലായില്ലേ? അവരുടെ ഒരു രീതിയാണത്. അപ്പൊ മനസ്സിലായില്ലേ? മാസില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. റിയൽ മാസ് ഹീറോ എന്നാണ് ഇപ്പം എല്ലാരും പറയുന്നത്. വേറെന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അല്ല, എനിക്ക് പറഞ്ഞ പുള്ളിക്കാരനെ പറ്റി എനിക്ക് ഇങ്ങനെ ഭയങ്കര ഐഡിയകളൊന്നും ഇല്ല. മനസ്സിലായില്ലേ? ഞാൻ ആകെ വന്ന വഴി പെട്ടെന്ന് തന്നെ മറ്റേ പ്ലസ് 1000 ഓറയിൽ നിന്ന് നെഗറ്റീവ് 10,000 ഓറയിലോട്ട് പോണ ഒരു പയ്യനായിരുന്നു. വന്നപ്പോ ഓറ ഫാമിയ വന്നതാണ്. പിന്നെ വേറെ അതിനെ വെച്ച് ഓറ ഫാമി ചെയ്ത്. ഇപ്പൊ ആള് ഡേറ്റ് നമുക്ക് തരണില്ല. സത്യം പറഞ്ഞപ്പോ എന്തോ ഡേറ്റ് തരുന്നില്ലല്ലേ? അത് തരുന്നില്ല. ഡേറ്റില്ല, ഉക്കറിന് ഡേറ്റില്ല. ഇപ്പൊ കറന്റ് എല്ലാരും തപ്പി നടക്കാണ്. ചേട്ടനായ അച്ചായനില്ല, അച്ചായൻ നമ്മുടെ എല്ലാ അച്ചായൻ വിളിച്ചു. അച്ചായൻ നമ്മുടെ എല്ലാം സ്വന്തം അച്ചായൻ. അച്ഛനും മെയിൻ. അച്ചായനല്ലേ മെയിൻ. ഓക്കെ. അത് അച്ചായനൊന്നല്ലേ, ഇച്ചായനൊന്നല്ലേ? അങ്ങനെ എന്തിനല്ലേ നാട്ടുകാർ അച്ചായൻ എന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ അച്ചായനായ എനിക്ക് മനസ്സിലായി. എനിക്ക് പുള്ളിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ല. മനസ്സിലായി? അപ്പൊ ഞാൻ പണ്ട് നമ്മളിവിടെ ഉള്ള സമയത്തൊക്കെ മനസ്സിലായില്ലേ, എനിക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ഇവിടെ പിന്നെ പണ്ട് നമ്മളെ കൂട്ടാൻ കമ്പനി അല്ലായിരുന്നു. അതൊക്കെ എല്ലാരും കമ്പനി ആയിരുന്നു. പക്ഷെ ഉക്കർ റോക്കിയായിട്ട് കമ്പനി ഒന്നും ഇല്ലായിരുന്നു. ഉക്കർ റോക്കിനെ പറ്റി ഞാൻ അറിയുന്നത് മറ്റേ ഇതിലാണ്, വീഡിയോയിലാണ് ഞാനും കാണുന്നത്. അതുവരെ അത് മറ്റേ ഇപ്പൊ ലാസ്റ്റത്തെ ഒരു വീഡിയോ വന്നായിരുന്നു. മറ്റേ എന്തിനായിരുന്നു പേരെന്തായിരുന്നു? ആറാട്ടെന്ന വീഡിയോ വന്നായിരുന്നു. അതാണ് മാസാസായി മാറുന്നൊരു സാധനം ഉണ്ട്. എല്ലാരും ഒരേ തരത്തിൽ ഉക്കറിനെ വാഴ്ത്തി പറയുന്നു അല്ലേ ചാറ്റിൽ? വാഴ്ത്തിയും പറയുന്നു, ചിലവര് ഇതും പറയുന്നു. മറ്റേ വേറെ പക്ഷെ നമ്മള് ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഹീറോസ് ഒക്കെ വലിയൊരു കാര്യമാണ്. നമുക്ക് കിട്ടിയൊരു വിവരം നമുക്ക് പറ്റിയ നല്ലതായിരുന്നു. നമുക്ക് ഒരു അവസരം കിട്ടട്ടെ. നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ആളെ ബന്ധപ്പെടാൻ.
അപ്പൊ ഇത് വിലപ്പെട്ട സമയത്ത് ഇതാരാ നിങ്ങളെ കൂട്ടത്തിലുള്ളതാണോ ക്യാമറാമാൻ? ഇതാണ് ഇത്. ഹലോ ഇതല്ല, ഇത് ബ്രോ, നമ്മുടെ നമ്മള് കൊടുത്തിട്ടുള്ളതല്ല. ഗോൾഡ് കുയിൻ, നമ്മള് ഗോൾഡ് കുയിൻ. ഗോൾഡ് വിങ്. ഇതാരാണ്? ഇതൊക്കെ ആരാണ് ഇത്? ഇതൊക്കെ ആരിത്? നമ്മുടെ ചാനലുള്ള ഇവിടെ ആള് കൂടിയാ ആള് ചാനലിൽ പരിപാടി കാണാത്ത ആൾക്കാരെ കൊണ്ടല്ലേ ഇപ്പൊ. ആൾക്കാര് പറഞ്ഞില്ലേ സംഭവം, ഇത് ഉക്കറെന്ന് പറയുമ്പോ തന്നെ ആൾക്കാർ കൂടെയാണ്, അതാണ് പ്രശ്നം. ഉക്കർന്ന് പരിപാടി പരിചയപ്പെടാൻ ആള് കൂടിയല്ലേ ഇത് മച്ചാന്റെ പേര് പ്രശ്നമായത്. നേരത്തെ ഒരു അപ്പാപ്പന്റെ അടുത്ത് ചോദിച്ചു, ഉക്കറിനെ അറിയിച്ചു. പുള്ളിക്ക് അങ്ങനെ ഉക്കറെന്ന് പറയുമ്പോഴേ തട്ടുപോയി. ഒരു പച്ച ഡ്രസ് ഇട്ട ഒരു മനുഷ്യതാ. ഇത് ആള് കൂടി ചേട്ടാ. നമുക്ക് ക്രൗഡ് ആള് കൂടി. തിരക്കണം വന്നാ ഒരു അണ്ണ കൊണ്ടുപോയി ബ്രോച്ചി. ഞാൻ ഒരു കാര്യം പറയട്ടെ മാമാ. നമ്മളിപ്പോ സംസാരിച്ച ചാറ്റിലുള്ള പകുതിയാണ് ഇപ്പൊ ഉക്കർ ഫാൻസ്. അതാണ് ഇപ്പൊ പ്രശ്നം. ഇപ്പൊ നമ്മൾ തന്നെ കൊടുത്ത ഹൈപ്പ് നമുക്ക് വിനയാവോ? ഇത് നമുക്ക് പിന്നെ ആവുള്ളേ. നാളെ ഇനി അവൻ ഗുണത്തരം കാണിച്ചാലും നമ്മള് ഗുണേന്ന് വിളിക്കുള്ളേ. അല്ലെ പറയാൻ പറ്റൂലേ.